കോഴിക്കോട് നാദാപുരത്ത് മരിച്ചതായി കാണിച്ച് വോട്ട് തള്ളാൻ അപേക്ഷ. കല്ലുള്ളതിൽ കല്യാണി മരിച്ചെന്ന് കാണിച്ച് CPM പ്രവർത്തകൻ അശ്വന്ത് വോട്ട് തള്ളാൻ അപേക്ഷ നൽകി. എന്നാൽ ഹിയറിംഗിന് വോട്ടർ നേരിട്ട് ഹാജരാവുകയായിരുന്നു. ഞാൻ വോട്ട് ചെയ്യാൻ വന്നത് ഇപ്പൊ എന്റെ മകളായി വോട്ട് തള്ളിയത്. ആര് പറഞ്ഞിട്ട് തള്ളിയേ? എന്തിട്ടാ തള്ളിയേ? ഞാൻ മരിച്ചെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ തള്ളിച്ച്. പഞ്ചായത്തിൽ നിന്ന് എൻ്റെ വകയിലാണ് കൈ കിട്ടി. ദീപക് മലയമ്മയാണ് ചേരുന്നത്. മലയമ്മ, വോട്ടർ തന്നെ പറയുകയാണ് ഞാൻ എന്തിനാണ് എന്റെ വോട്ട് തള്ളിയതെന്ന്. ഹിയറിംഗിന് അവർ നേരിട്ട് ഹാജരാവുകയും ചെയ്തു. ഇത് ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് പറയുന്നത് നാദാപുരം ഇയ്യങ്കോട് ഈസ്റ്റിലാണ് ഈ വോട്ടറുള്ളത്. അവർക്ക് അവർ മരിച്ചതുകൊണ്ട് അവരുടെ വോട്ട് തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPM പ്രവർത്തകനായ കളരിക്കണ്ടി അശ്വന്തിന്റെ പേരിൽ ഒരു ഫോം 7 സമർപ്പിക്കപ്പെടുന്നത്. അതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വീട്ടമ്മയെ കാണുന്നതിന് വേണ്ടി പോകുന്നുണ്ട്, വോട്ടറെ കാണുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. അവിടെ എത്തി നോട്ടീസ് കൊടുക്കുന്ന ഘട്ടത്തിൽ ആ നോട്ടീസ് ഒപ്പിട്ട് കൈപ്പറ്റുന്നത് പോലും കല്ലുള്ളതിൽ കല്യാണിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ മകൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം മരിച്ചുപോയതാണ്. അതിന്റെ മറപറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ കല്ലുള്ളതിൽ കല്യാണിയുടെ വോട്ട് തള്ളുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തത്. ആ അപേക്ഷയിൽ പിന്നീട് 18-നാണ് ഹിയറിംഗ് നടക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെത്തുന്നതും പരിശോധന നടത്തുന്നതും. ആ ഘട്ടത്തിലാണ് ജീവനോടെയുള്ള കല്യാണിയെ കാണുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ വോട്ട് ചേർക്കുന്നതിനൊക്കെയുള്ള നടപടികൾ ദ്രുതഗതിയിലാണ് പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വോട്ട് തള്ളുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പല മേഖലകളിലും നടക്കുന്നത്. അത് പരക്കെ ആക്ഷേപങ്ങൾക്ക് കൂടി വഴിമരുന്നിടുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ തന്നെ സമാനമായ രീതിയിൽ 2 ഇടത്ത് വോട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു സുഹൈല എന്ന് പറയുന്ന വോട്ടറുടെ കാര്യത്തിലും ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഒരാൾ മാത്രമാണ് അത്തരത്തിൽ വോട്ട് ചെയ്തിരിക്കുന്നത്, ഒരിടത്ത് മാത്രമാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ പരാതികൾ ഉയരുമ്പോഴാണ് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരാക്കി അപേക്ഷ പോവുകയും ആ അപേക്ഷയിന്മേൽ ജീവിച്ചിരിക്കുന്നവർ തന്നെ താൻ മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറയേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യമായിട്ടുള്ളത്. ഇനിതാ ശരി, അത് കൗതുകം എന്നതിനപ്പുറം ഒരു ഗൗരവ സ്വഭാവമുള്ള വിഷയം തന്നെയാണ്. പലയിടത്തു നിന്നും ഇത്തരത്തിൽ പരാതികൾ വരികയും ചെയ്യുന്നുണ്ട്. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.